ജീവിതം കുറച്ച് ബോറടിച്ച് തുടങ്ങിയപ്പോൾ ആക്ച്വലി ബോറല്ല, കുഞ്ഞിനെയൊക്കെ നോക്കുന്നതിനിടയിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊരു വിഷമമൊക്കെ തോന്നി തുടങ്ങിയ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ ഡെയിലി ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ രസമൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുന്നൊരു വ്ളോഗാണ് ഞാൻ എടുത്തത്. ഇതുവരെ ഷോർട്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഡിഫറെൻ്റായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് എടുത്താലോ എന്ന്. ട്രിവാൻഡ്രത്ത് പോകുന്ന വഴി നമ്മൾ ആറ്റിങ്ങിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഊണാണ് പറഞ്ഞത്, കണ്ണഞ്ചേട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. രണ്ടും ഫ്ലോപ്പായിരുന്നു. ഊണിൻ്റെ കൂടെ മീനിൻ്റെ ഓരോ ഐറ്റംസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല. സാരമില്ല, രാത്രിയിൽ ഇതിനും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം അതിൽ ഇതങ്ങ് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആമിക്കുട്ടി ഇടയ്ക്കൊക്കെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഹോട്ടലിൽ ചെന്നപ്പോൾ അവൾക്കവിടെ അക്വേറിയം ഉണ്ടായതുകൊണ്ട് അതിൽ കുറേ കളർഫുൾ മീനൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലങ്ങ് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. ഇത്രയും മീനിനെയും കൂടി ഒരുമിച്ച് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ നമ്മൾ ലുലു മോളിൽ പോയി. അവിടെ വെച്ച് അമ്മു നമ്മളെ ജോയിൻ ചെയ്തു. അവിടെയും കുറച്ചൊക്കെ നമ്മൾ കറങ്ങി നടന്നു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരുമിച്ച് കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ നിന്നു. പിന്നെന്താ, ആമിക്കുട്ടിയാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ഓപ്പൺ സ്പേസും കുറേ ലൈറ്റ്സും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഇറങ്ങി നടക്കണം. ഇപ്പം തനിയെ നടക്കാൻ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവളുടെ മുഖത്ത് തന്നെ കാണാനുണ്ടായിരുന്നു. രാത്രിയിൽ നമ്മൾ അബിയുടെ കൂടെ ഇമ്പീരിയൽ കിച്ചണിൽ പോയി. വെൺപാലോട്ടത്തുള്ള അവിടുത്തെ പുതിയൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അബി മുന്നേ കഴിച്ചിട്ടുള്ള നല്ല ഡിഷൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഫുഡെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് മസാലാസ് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുന്ന പോലത്തെ ഫുഡായിരുന്നു. ഏതോ പരസ്യത്തിൽ പറയുന്ന പോലെ ഗുഡ് ഫുഡ് ഗുഡ് മൂഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്റ്റാർട്ടേഴ്സാണ്. ഡൈനമൈറ്റ് ചിക്കനും കൊളംബോ ഗ്രിൽഡ് ചിക്കനും. ഇത് രണ്ടും മെയിൻ കോഴ്സായിട്ട് തന്നെ എടുത്താലോ എന്ന് വരെ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോയി. കഴിച്ചിട്ടും മതി വരുന്നില്ലായിരുന്നു. അബിക്ക് സ്വന്തമായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഞങ്ങളെ കഴിപ്പിക്കാനും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കാനുമായിരുന്നു കൂടുതൽ താല്പര്യം എന്ന് തോന്നി. അവൻ എല്ലാവർക്കും ഇങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്. ട്രിവാൻഡ്രത്തെ ഫുഡും എനിക്ക് മൊത്തത്തിൽ ട്രിവാൻഡ്രം സിറ്റിയെ തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫുഡ് കഴിച്ചപ്പം കുറച്ചൊരാശ്വാസം കിട്ടി. ലാസ്റ്റായിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ ഫുഡടി അങ്ങ് വൈൻഡപ്പ് ചെയ്തു. എന്തായാലും ലാസ്റ്റായപ്പോഴാണ് കേട്ടോ ആമിക്കുട്ടി എഴുന്നേറ്റത്. അതുവരെ അമ്മുവിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് മനസ്സമാധാനത്തെ ഫുഡ് കഴിക്കാൻ പറ്റി. സാധാരണ ഒരു ഹോട്ടലിലും പോയാലും ഞങ്ങൾ ഇങ്ങനെ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാറില്ല. പെട്ടെന്ന് വാരി വിഴുങ്ങിയിട്ട് പോവുകയാണ് ചെയ്യാറ്. അവൾക്ക് കുറുമ്പ് കാണിക്കാനായിട്ട് പുതിയ ഐറ്റംസ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. പോകാനിറങ്ങിയ അബിയെ തിരിച്ച് വിളിച്ച് വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും ഒരു ടാറ്റ പറയിപ്പിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ അവിടുന്ന് നേരെ കൊല്ലത്തേക്കാണ് പോയത്. നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ഞാൻ ഇപ്പോഴേ ചോദിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.